ുള്ള പഴയ ചരിത്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുകൂടിയാകാം. പക്ഷേ ശബരിമല ആയതുകൊണ്ട് അതൊരു അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയായി വ്യാഖ്യാനിക്കപ്പെടുമോ? ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലായിട്ട് പല മതങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ഹൈന്ദവ മതം മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ദ്രാവിഡരായിരുന്നു ഭൂരിപക്ഷം. പിന്നീട് ദ്രാവിഡരിൽ നിന്ന് ആര്യ സമൂഹം വരികയും അധിനിവേശം അല്ലാതെ എന്തുവേണം ചോദിക്കാൻ. അതിനുശേഷം ബൗദ്ധമതം വരികയും അല്ലെങ്കിൽ അതിന് പാരലായിട്ട് ബൗദ്ധമതം വരികയും ഇന്ത്യയിലെ ഏറ്റവും വലിയ മതമായി മാറി ബൗദ്ധമതമാണ്. അശോകന്റെ കാലഘട്ടത്തിൽ, മഗധ് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ, ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലൊക്കെ. അപ്പൊ അതിനുശേഷം പിന്നീട് അതിന്റെ മുകളിൽ ബ്രാഹ്മണിസം വന്നു. ബ്രാഹ്മണിസം തന്നെ രണ്ട് രൂപത്തിൽ വന്നു. ഒന്ന് വൈഷ്ണവിസമായിട്ടും ശൈവിസമായിട്ടും. ശൈവൈറ്റുകളും വൈഷ്ണവൈറ്റുകളും വലിയ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. അതിനൊക്കെല്ലാം ശേഷമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമൃദ്ധ കാലത്ത്, അല്ല അതിനിടയിലാണ് ശരിക്കുള്ള ഹിന്ദു മതം എന്നൊരു കൺസെപ്റ്റ് ഇവിടെ വരുന്നത്. അതെല്ലാത്തിനും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്റെ ചരിത്രം പറഞ്ഞതിന്റെ അർത്ഥം എന്നാ, പിന്നെ ഓഫ്കോഴ്സ് ഇസ്ലാമിലോട്ടും അല്ലെങ്കിൽ ക്രിസ്തുമതത്തിലോട്ടും മതം മാറിയവർ വേറെ അത് കിട്ടെ. അപ്പോ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാല് ശബരിമല ഒരു ബൗദ്ധ ക്ഷേത്രമാണെന്ന് പല ചരിത്രകാരന്മാരും മാത്രമല്ല, അതിൽ ഒരുപാട് പേര് SC വിഭാഗങ്ങളിലുള്ളവർ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും അവരത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ അർത്ഥം ഇനിയിപ്പോൾ അത് പോയി മാറ്റാനല്ല. കാരണം ഇപ്പോൾ ബൗദ്ധമതത്തിൽപ്പെട്ടവർ വളരെ കുറവാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അത് മാറ്റുക, അല്ലെങ്കിൽ അതുമായി തന്നെ ചെയ്യാൻ മറ്റൊരു ക്ഷേത്രം മാറ്റുക. അപ്പൊ 1991 പ്രൊട്ടക്ഷൻ ഓഫ് റിലീജിയസ് പ്ലേസസ് ആക്ട് പ്രകാരം മാത്രമേ നിലനിന്നാൽ മാത്രമേ ഈ തർക്കങ്ങൾക്കൊരു അന്ത്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ഓരോരോ സ്ഥലത്ത് മാന്തി എടുത്തിട്ട് അതിന്റെ അടിയിൽ ബൗദ്ധക്ഷേത്രം, ഇതിന്റെ അടിയിൽ ഇസ്ലാമിക സ്ട്രക്ചർ ഉണ്ടായിരുന്നാൽ ഇതിന്റെ അടിയിൽ ഹൈന്ദവ ഒരു സ്ട്രക്ചർ എന്നാ പറയുന്നു. അപ്പൊ ബൗദ്ധ ക്ഷേത്രങ്ങൾ പലതും ഹൈന്ദവ ക്ഷേത്രങ്ങളായി മാറുകയും പിന്നീട് ആ ക്ഷേത്രങ്ങളിൽ പലതും ഒക്കെ ഇസ്ലാമിക് അധിനിവേശം വന്നപ്പോൾ അവരും മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആറ്റം ബോംബിനെ മാത്രം ഓർമ്മ വെച്ചാൽ മതി. ആറ്റം ബോംബ് ഇട്ടിട്ട് ഏകദേശം ഒരു 70 കൊല്ലമായിട്ടുള്ളൂ. ജപ്പാൻകാർ ഇപ്പൊ ആരോടെ ഇറക്കുന്നത്? അവർ അമേരിക്കക്കാരുടെ കൂടെ സാമ്രാജ്യശക്തി, അവർ ആ തരത്തിലുള്ള വിരോധവും വെച്ചിട്ടില്ല. ഒരു നമ്മുടെ നാഗസാക്കിയിൽ മാത്രം 1 ലക്ഷം പേരെ മരിച്ച് ആ ബോംബിൽ. അപ്പൊ അത് വെച്ചിട്ട് ആരോ അതിന്റെ ഇതായിട്ട് കയറുന്നതുകൊണ്ട് ചരിത്രത്തിന്റെ തന്നെ പൊളിച്ചെഴുതാനോ അല്ലെങ്കിൽ ചരിത്രം മാറ്റി എഴുതാനോ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രം തന്നെ മുന്നോട്ട് പോട്ടെ. അതായത് ഡോക്ടർ ഫസൽ ഗഫൂർ, ഗ്യാൻ വാബിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാകാനാണ് സാധ്യത. സ്വാഭാവികമായിട്ടും പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുകയല്ല, 91 അല്ലെങ്കിൽ 47 സ്ഥിതി തുടരാനാണല്ലോ 91 നിയമം എന്നായിരിക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ടാവുക. പക്ഷേ ശബരിമല ആയതുകൊണ്ട് ഈ രാഷ്ട്രീയ പരമായിട്ട് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യമാണ്. അത് ഏത് തരത്തിലും വ്യാഖ്യാനിക്കപ്പെടാമല്ലോ എന്നാണ് ചോദിച്ചത്. ശബരിമല ഒരിക്കലും ഒരു തർക്ക വിഷയമല്ല. തിരുപ്പതി ഒരു തർക്ക വിഷയമല്ല. മധുരൈ ഒരു തർക്ക വിഷയമല്ല. അത് മധുരൈ തന്നെ പാണ്ഡ്യന്മാർക്ക് മുമ്പുള്ളവരുണ്ടാക്കിയതാണ് വാദം കൊണ്ടുവരാം. മനസ്സിലായി? അപ്പൊ ആ വാദങ്ങളിലുള്ള ഒരു കഴമ്പില്ല. ഇപ്പൊ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാനജാതിയും കൃഷ്ണ ജന്മഭൂമിയെ പറ്റി ഒരു തർക്കം നടക്കുന്നുണ്ട്. അത് കോടതി തീരുമാനിക്കട്ടെ. 1921 ആക്ട് 1991 ആക്ട് പ്രകാരം നിലനിൽക്കുന്നുണ്ടോ ഇല്ല. ഇനി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പാർലമെന്റിൽ അമേന്റ്മെന്റും പല കാര്യങ്ങളും കൊണ്ടുവരും. അപ്പൊ ഇത് കുറച്ചും കൂടെ തർക്കത്തിലോട്ട് പോകാൻ പോവുകയാണ്. ഗ്യാൻ വാബിയുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള അനുരണനങ്ങൾ, പ്രതിഷേധങ്ങളെല്ലാം കേരളത്തിലും വ്യക്തമായി വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രസ്താവനകൾ കേരളത്തിൽ ഇതിനെ പറ്റിയിട്ട് ഒരു വ്യക്തതയില്ല. കേരളത്തിലെ ആൾക്കാരെ ഇതൊക്കെ ബന്ധമില്ലല്ലോ. അത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ദൈവങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് എല്ലാ സൃഷ്ടിച്ചിരിക്കുന്ന ലോക്കലായിട്ടാണ്. അത് വെങ്കടേശ്വര സ്വാമി എന്ന് വെച്ചാൽ തെലുങ്ക് നാടിന്റെ ആണ്. കേരളത്തിലെ ശബരിമല എന്ന് പറഞ്ഞാൽ മലയാളികളുടെയാണ്. അപ്പൊ മലയാളി ഹിന്ദുവിന്റെയാണ്, തെലുങ്ക് ഹിന്ദുവിന്റെ. എല്ലാം കൂടെ ഒരു എന്താണ് അവിയലാക്കി കൂട്ടിയിട്ട് വലിയ പ്രയാസങ്ങൾ, ആചാരങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ശങ്കരാചാര്യമാർ, അവർ ശൈവമായിട്ടാണ്, ശൈവ വിഭാഗത്തിൽപ്പെട്ടവർ. അവർ രാമജന്മഭൂമി വിശ്വത്തിന് പോകാതിരുന്നതിന് കാരണം അവരുടെ ശൈലിയിലല്ല അവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നിരുന്ന പൂജയും മറ്റും നടക്കുന്നു. അതാണ് വിഷയം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞാൽ തന്നെ പിന്നീട് പല ജാതിയുടെയും പല ഇഷ്ടദേവതകളുടെയും അവർ തമ്മിലുള്ള പോരാട്ടവും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പെറുക്കിക്കൊണ്ടുവരും. പ്രത്യേകിച്ച് ഇവിടെ 3-4 വിഭാഗം ഉണ്ടല്ലോ. OBC ഉണ്ട്, SC ഉണ്ട്, സവർണർ ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള തർക്കങ്ങൾ ഏറ്റവും വേഗം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ പ്രതികരിച്ച. രാഹുൽ ഈശ്വർ